10ാം ക്ലാസ്സിൽ നമുക്ക് തൊടുവര അല്ലെങ്കിൽ ടാൻജന്റ് എന്ന് പറഞ്ഞ പാഠം പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യം ഒരു കൺസെപ്റ്റ് പറയും, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ഓരോന്നിനും ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് നോക്കാം. ആംഗിൾ ബിറ്റ്വീൻ ടാൻജന്റ് ആൻഡ് റേഡിയസ് ഈസ് 90 ഡിഗ്രി. എന്താണ്? ടാൻജന്റും റേഡിയസും, അതായത് നമ്മളെ ആരവും തൊടുവരയും തമ്മിലുള്ള കോണ് 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ അതെന്തൊക്കെയാന്നൊക്കെ നോക്കാലോ. അപ്പോൾ നമ്മൾ ഇത് വൃത്താണ് അല്ലേ, വൃത്തത്തിന്റെ കേന്ദ്രം എന്താണ്? O. അപ്പൊ ഇതെന്താണ് ഞാൻ വരച്ചിരിക്കുന്നത്? കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലേക്ക് വരയ്ക്കുന്ന ഒരു വര എന്താണ്? ആരം അല്ലെങ്കിൽ റേഡിയസ് ആണ് അല്ലെ. ഇപ്പൊ ആരല്ല നമ്മൾ വ്യാസം വരച്ചു കഴിഞ്ഞാലും ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഇനി എന്ത് വരച്ചു? എയിൽ കൂടെ വരയ്ക്കുന്ന തൊട്ടിട്ട് പോകുന്ന ഒരു വര വരച്ചിട്ടുണ്ട് അല്ലെ. തൊട്ടിട്ട് പോകുന്ന ഒരു വര വരച്ചിട്ടുണ്ട്, അതിനെ തൊടുവര അല്ലെങ്കിൽ ടാൻജന്റ് എന്ന് വിളിക്കുവേ. അപ്പൊ ഈ ടാൻജന്റും ഈ റേഡിയസും, അതായത് തൊടുവരയും ആരവും തമ്മിലുള്ള കോൺ, അതായത് ഈ കോൺ, ഇത് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. തൊടുവരയും ആരവും തമ്മിലുള്ള കോൺ 90 ഡിഗ്രി ആണ്. ആംഗിൾ ബിറ്റ്വീൻ ടാൻജന്റ് ആൻഡ് റേഡിയസ് ഈസ് 90 ഡിഗ്രി അല്ലെ. പിന്നെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നോക്കാം. ചിത്രത്തിൽ OA വൃത്തത്തിന്റെ ആരവും, OA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തത്തിന്റെ ആരവും PQ തൊടുവരയുമാണ്. PQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തൊടുവരയാണ്. തൊടുവര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻജന്റ് അല്ലെ. In the figure, OA is the radius of the circle, PQ is the tangent through A. What is the measure of OAP? എന്താണ്? OAP യുടെ അളവാണ് പറയേണ്ടത് അല്ലെ. കോൺ OAP എന്ന് പറഞ്ഞാൽ OAP, OAP ന്റെ അളവ് എത്രയാണ്? ഇത് എത്രയാണെന്നാണ് ചോദിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് അറിയാം എന്ത്? ആരവും തൊടുവരയും തമ്മിലുള്ള കോൺ എത്രയാണ്? 90 ഡിഗ്രി. അപ്പൊ നമ്മൾ ആൻസർ എത്രയാണ്? 90 ഡിഗ്രി. ഇത് ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കാം. In a circle, the angle between radii through 2 points and angle between the tangents at these points are supplementary. എന്താ പറഞ്ഞിരിക്കുന്നത്? വൃത്തത്തിലെ ആരങ്ങൾക്കിടയിലെ കോണും ആ കോണുകളുടെ അറ്റത്ത് നിന്ന് വരയ്ക്കുന്ന തൊടുവരകൾ തമ്മിലുള്ള കോണും അനുപൂരകമാണ്. അപ്പൊ എന്നാ നോക്കാം. അതായത് നമ്മളൊരു വൃത്തം വരച്ചിട്ടുണ്ട് അല്ലെ. വൃത്തത്തിന്റെ 2 പോയിന്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ പോയിന്റ് ഞാൻ എന്ത് വരച്ച്? ആരം വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആരങ്ങൾക്കിടയിലെ ഈ കോണും അതുപോലെ തന്നെ ഈ 2 പോയിന്റ് തന്നെ നമ്മൾ ആരം വരച്ച ആ 2 പോയിന്റ് എന്ത് വരയ്ക്കുക? ടാൻജന്റ്, തൊടുവരയും വരയ്ക്കാം. ഓക്കെ ആണല്ലോ. അപ്പോ ഈ തൊടുവര കൂട്ടിമുട്ടുന്ന ഈ കോണും അനുപൂരകമാണ്, സപ്ലിമെന്ററി ആണ്. അതായത് എന്താണ്? കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടും എന്നാണ് പറയുന്നത്. എന്താ പറഞ്ഞത്? 2 ആരം അല്ലെ. ഈ 2 ആരങ്ങൾ തമ്മിൽ ഉണ്ടാക്കുന്ന കോണും അതുപോലെ ഈ പോയിന്റ് എന്ന് വരയ്ക്കുന്ന 2 തൊടുവര ടാൻജന്റ് തമ്മിലുള്ള കോണും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 180 കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത് എക്സും ഇത് വൈയും ആണെങ്കിൽ എക്സും വൈയും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. അല്ലെങ്കിൽ നമുക്കറിയാം ഇതെന്താ? എക്സ് ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഇത് എക്സ് ആണ്. നമുക്ക് പേര് കൊടുത്താലോ? APAB എന്നാണ് ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താണ്? AOB, കോൺ AOB എക്സ് ആണെങ്കിൽ കോൺ APB എന്തായിരിക്കും? APB എന്ന് പറഞ്ഞാൽ കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണം എന്നാണല്ലേ. അപ്പൊ എന്താണ്? ഇത് എക്സ് ആണെങ്കിൽ ഇതെന്തായിരിക്കും? 180 മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ചിത്രത്തിൽ O കേന്ദ്രമായ വൃത്തം ABC എന്ന ത്രികോണത്തിന്റെ വശങ്ങളെ PQR എന്നീ ബിന്ദുക്കളിൽ തൊടുന്നു. കോൺ B സമം 50 ഡിഗ്രി ആയാൽ ഒരു ചോദ്യം തന്നിട്ടുണ്ട് അല്ലെ. അപ്പോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ, ഒരു ഫിഗർ തന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ തരുന്നുണ്ടെങ്കിൽ അതിന്റെ എന്താണ്? ഈ ഫിഗറിനെ പറ്റിയായിരിക്കും നമുക്ക് ഫസ്റ്റ് ഒരു സെന്റൻസിലൊക്കെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ നോക്കാലോ. ചിത്രത്തിൽ O കേന്ദ്രമായ വൃത്തം, O സെന്റർ ആയിട്ടില്ല. ഇൻ ദ ഫിഗർ ദ സർക്കിൾ വിത്ത് സെന്റർ O അല്ലെ. സെന്റർ O ആയിട്ടുള്ള, കേന്ദ്രം O ആയിട്ടുള്ള ഒരു വൃത്തം വരച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്? ABC എന്ന ത്രികോണം, ABC എന്ന് പറഞ്ഞ ത്രികോണം ഉണ്ട് അല്ലെ. പിന്നെ എന്താ പറഞ്ഞത്? ത്രികോണത്തിന്റെ വശങ്ങളെ PQR എന്നീ ബിന്ദുക്കളിൽ തൊടുന്നു. അപ്പൊ ഈ വൃത്തം എന്താണ്? നമ്മളെ ത്രികോണത്തിന്റെ വശങ്ങളെ ഈ ഒരു ബിന്ദുക്കളിൽ തൊടുന്നുണ്ട് എന്നാണ് അല്ലെ. അപ്പൊ ഇതെന്താണ്? നമ്മളെ തൊടുവരയാണ് ഈ വരകൾ എന്ന് പറയാം അല്ലെ. ഈ വൃത്തത്തിന്റെ തൊടുവരയാണ് ഇത് എന്ന് പറയാം അല്ലെ. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? if കോൺ B equal to 50 ഡിഗ്രി, കോൺ B 50 ഡിഗ്രി ആണെങ്കിൽ അല്ലെ, വാട്ട് ഈസ് കോൺ POR? എന്താണ്? POR, കോൺ POR എത്രയാണ്? POR ഇത് എത്രയാണെന്ന് ചോദിക്കുന്നത് അല്ലെ. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് രണ്ടും കൂട്ടിയാൽ 180 ആണല്ലേ. അപ്പൊ ഇത് രണ്ടും കൂട്ടിയാൽ എത്രയാണ്? 180 അല്ലെ. ഇത് 50 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 180ന്ന് 50 കുറക്കുക അല്ലെ. അപ്പൊ എത്രയാ വരിക? 130 വരും അല്ലെ. അപ്പൊ കോൺ POR എത്രയാ? കോൺ POR സമം
130 ഡിഗ്രി വരും. ഓക്കെ ആണല്ലോ? ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത നോക്കിയേ, ഏതാ കൺസെപ്റ്റ് വരുന്നത്? ഒരു ചിത്രം തന്നിട്ടുണ്ട്. ചിത്രം നോക്കിയേ, വൃത്താണ്. ദൂരെ നിന്ന് ഒരു പോയിന്റ് ഉണ്ട്. ഈ 2 വരകൾ വരച്ചിട്ടുണ്ട്. തൊടുവരയൊന്നും അല്ല അല്ലെ, 2 വരകൾ ഇങ്ങനെ വൃത്തത്തിൽ വരയ്ക്കുന്നുണ്ട്. ഈ ഒന്നാമത്തെ വര എന്ന് പറഞ്ഞാല് എ എന്ന് പറഞ്ഞ പോയിന്റിനും ബി എന്ന് പറഞ്ഞ പോയിന്റിലും ബി കൂട്ടിമുട്ടുന്നുണ്ട്. പി എന്ന് പറഞ്ഞ പോയിന്റോ സി ന്നിലും ഡിയിലും കൂട്ടിമുട്ടുന്നുണ്ട് അല്ലെ. അപ്പോൾ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആയിരിക്കും. ശ്രദ്ധിക്കണം, നമുക്ക് ചിലപ്പോൾ എന്താണ് കറക്റ്റ് വാല്യൂ ഇങ്ങനെ ഈ നമ്പർ തന്നെ ഈ ലെറ്റർ തന്നെ തരുന്നില്ല. പി ക്യു ആർ എസ് എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവാൻ പാടില്ല. എന്താണ് ആദ്യത്തെ ഒരു വര അല്ലെ, ആ വരേന്റെ വലിയ വര, അതാണ് പി എ ഇൻറ്റു പി ബി. പിന്നെ ഒരു വര എടുക്കുന്നത് ആദ്യം ചെറിയ വര എടുത്തു, പിന്നെ വലിയ വര എടുത്തു അല്ലെ, പി സി ഇൻറ്റു പി ഡി. അപ്പൊ എന്താണ് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആയിരിക്കും. അടുത്ത ചിത്രം നോക്കിയേ, അതൊരു ചെറിയൊരു വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആ ഇതല്ലേ. ഇത് ഇതുപോലെ തന്നെയാണ്, താഴത്തെ വര സെയിം ആണല്ലേ. പക്ഷെ മുകളിൽ എന്താണ്, ഇത് 2 സ്ഥലത്ത് കൂട്ടിമുട്ടുന്നുണ്ട്. പക്ഷെ ഇതെന്നാ ഒരു സ്ഥലത്തേ കൂട്ടിമുട്ടുന്നുള്ളൂ, അതായത് നമ്മുടെ തൊടുവരയാണ്. അപ്പൊ എന്താണ് പി എ ഇൻറ്റു പി ബി അതുപോലെ തന്നെയാണ് ഉള്ളത് അല്ലെ. പക്ഷെ എന്താണ് ഇതെന്താണ്, നേരത്തെ പി സി ഇൻറ്റു പി ഡി ഉണ്ട് അല്ലെ, പക്ഷെ ഇവിടെ എന്തായിരിക്കും പി സി സ്ക്വയർ ആയിരിക്കും. ഇത് വെച്ചിട്ടും നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ടാവും. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നോക്കാം. In the figure, the chords AB and CD are extended to meet at P. അല്ലെ, നമ്മൾ എ ബി എന്ന് പറഞ്ഞ സി ഡി എന്ന് പറഞ്ഞ കോഡ് ഞാനുണ്ട്. ആ ഞാന് നമ്മൾ നീട്ടിയിട്ട് പി എന്ന് പറഞ്ഞ ബിന്ദുവിൽ കൂട്ടിമുടിച്ചിട്ടുണ്ട് അല്ലെ. നമ്മൾ ഇത് വരച്ചിട്ടുണ്ട് ഓൾറെഡി, കണ്ട ഒരു ഫിഗർ ആണ് അല്ലെ. നമ്മൾ നേരത്തെ ഒരു കൺസെപ്റ്റ് പറഞ്ഞ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ഇതേപോലെ തന്നെയാണുള്ളത് അല്ലെ. പക്ഷെ ഇതിങ്ങേപ്പറാണ് ഞാൻ വരച്ചത്. ഇവിടെ ചോദ്യത്തിൽ ഇങ്ങേ സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരാം, ഒരു പോയിന്റ് നിന്ന് വരയ്ക്കണം എന്നുള്ള മാത്രമേ ഉള്ളൂ. അപ്പൊ എ ബി സമം 4 സെന്റിമീറ്റർ ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എ ബി 4 ആണ്, പി സി 5 സെന്റിമീറ്റർ, പി സി 5 അല്ലെ, സി ഡി 7 സെന്റിമീറ്റർ. നമ്മളോട് എന്നാ കണ്ടുപിടിക്കാൻ പറഞ്ഞത്, എന്താ കണ്ടുപിടിക്കുക? താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ. എന്താണ് പി ഡിയുടെ നീളം കണ്ടുപിടിക്കണം, പി ഡിയുടെ നീളം കണ്ടുപിടിക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എ എന്താണ്, പി ഡിയുടെ നീളം. ഓക്കെ, ഇത് 5 സെന്റിമീറ്റർ ആണ്, ഇത് 7 സെന്റിമീറ്റർ ആണ്. അപ്പൊ പി ഡി എന്തായിരിക്കും, ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടൂല. 5 7 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും, 12 സെന്റിമീറ്റർ. അപ്പൊ പി ഡി സമം 12 സെന്റിമീറ്റർ അല്ല അളവ് തന്നത്, അതുകൊണ്ട് ഇത് സെന്റിമീറ്റർ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ചോദ്യം എന്താണ്, പി എയുടെ നീളം എക്സ് എന്നെടുത്താൽ പി എ എക്സ് എടുത്തു കഴിഞ്ഞാല് പി ബിയുടെ നീളം കണ്ടുപിടിക്കണം. അപ്പൊ ഇതെന്താണ് പറഞ്ഞത്, ഇത് എക്സ് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ ഈ പി ബിയുടെ നീളം എന്തായിരിക്കും, ഇത് 2 കൂട്ടണം അല്ലെ. അപ്പൊ പി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇത് 2 കൂട്ടം എക്സ് പ്ലസ് 4 അല്ലെ, എക്സ് പ്ലസ് 4 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, എക്സ് ഉൾപ്പെടുന്ന ഒരു 2ാം കൃതി സമവാക്യം രൂപീകരിച്ച് പി എയുടെ നീളം കണക്കാക്കുക. ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. നമുക്ക് അറിയാം ഈ ഇക്വേഷൻ നമുക്ക് ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം, പി എ ഇൻറ്റു പി ബി അല്ലെ. എന്താണ് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു എന്താണ് പി സി ഇൻറ്റു പി ഡി അല്ലെ. പി സി ഇൻറ്റു പി ഡി ഉപയോഗിക്കണം. പി എ എന്താണ്, പി എ എക്സ്, പി ബി എന്താണ്, പി ബി നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, എക്സ് പ്ലസ് 4. ബ്രാക്കറ്റ് ഇട്ടുണ്ട്, കാരണം എക്സ് പ്ലസ് 4 ഒറ്റ വാല്യൂ ആണ് അല്ലെ. എക്സ് പ്ലസ് 4 പറഞ്ഞിട്ട് ഒരു വാല്യൂ ആണ്. അപ്പൊ ബ്രാക്കറ്റ് ഈ എക്സ് ഈ രണ്ടാക്കും ബാധകമാണ്. അപ്പൊ നമുക്ക് നോക്കാം, പി സി ഇൻറ്റു പി ഡി. പി സി എന്താണ് 5, പി ഡി എന്താണ് 5 7 കൂട്ടിയിട്ട് 12 അല്ലെ. നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട് അല്ലെ. ഇനി ഇത് നമുക്ക് ഉള്ളോട്ടേക്ക് കൊടുക്കാമല്ലോ. അപ്പൊ എന്താ പറയുക, എക്സിന് ഇതിന് കൊടുക്കുമ്പോൾ എന്ത് വരും, എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ പ്ലസ് ഇനി എന്ത് ചെയ്യണം, 4 ഇൻറ്റു എക്സ് 4x സമം 5 ഇൻറ്റു 12 ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 60 കിട്ടും. ഇതൊക്കെയാണല്ലോ. ഇനി എന്ത് ചെയ്യണം, നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ 2ാം കൃതി സമവാക്യം ആയില്ലേ. ഇതെങ്ങനെയാ നമ്മൾ സോൾവ് ചെയ്യുക, നമുക്കിതറിയാം. ഇതിനു മുമ്പ് 2ാം കൃതി സമവാക്യം നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പം അത് നോക്കാലോ. ഇനി എന്ത് ചെയ്യും, 4x എന്താ നമ്മൾ ചെയ്യുക, ഇതിന്റെ പകുതിന്റെ സ്ക്വയർ കൊണ്ട് ഇവിടെ ആഡ് ആക്കും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, ഇതിന്റെ പകുതി എത്ര, 4ന്റെ പകുതി 2, 2ന്റെ സ്ക്വയർ കൊണ്ട് ഇവിടെ ആഡ് ആക്കി, 2ന്റെ സ്ക്വയർ കൊണ്ട് ഇവിടെ ആഡ് ആക്കാം. 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ഡയറക്റ്റ് ഇട്ടേ. അപ്പൊ ഇത് എക്സ് ഇത് 2 അല്ലെ, എക്സ് ഇത് പ്ലസ് ആയതുകൊണ്ട് പ്ലസ് 2 ഹോൾ സ്ക്വയർ സമം 60 4 64. ഇനി എക്സ് പ്ലസ് 2 സമം സ്ക്വയർ ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും, റൂട്ട് അല്ലെ, പ്ലസ് ഓർ മൈനസ്. ഇനി എന്ത് ചെയ്യാം, എക്സ് പ്ലസ് 2 സമം പ്ലസ് ഓർ മൈനസ് റൂട്ട് 64 എത്രയാ, 8 അല്ലെ. അപ്പൊ എന്ത് വരും, എക്സ് പ്ലസ് 2 സമം 8
ഓർ എക്സ് പ്ലസ് 2 സമം -8. ഇനി പ്ലസ് 2 അങ്ങേപ്പുറം കൊണ്ടുപോകാൻ എന്ത് വരും? പ്ലസ് 2 അങ്ങേപ്പുറം വരുമ്പോൾ -2. ഇനി എന്ത് ഇവിടെ വരും? -8. ഈ പ്ലസ് 2 അങ്ങോട്ട് പോകുമ്പോൾ -2 അല്ലേ? എക്സ് സമം 8 കുറക്കണം 2 6. ഇവിടെ എന്ത് വരും? 2 മൈനസ് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു വലിയ -10 അല്ലെ? -10 നമുക്ക് ഒരിക്കലും നീളാവോ? ഇല്ല അല്ലെ? നീളാവൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മുടെ 6 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ നമ്മുടെ PAയുടെ നീളം എത്രയാണ്? PAയുടെ നീളം 6 സെന്റിമീറ്റർ ആയിരിക്കും. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ഒരു കൺസെപ്റ്റ് ആണ്. അതായത് ഞാനൊരു വൃത്തവും കുറച്ച് ചിത്രങ്ങളൊക്കെ കാണാം അല്ലെ? ഒരു വൃത്തം വരച്ചിട്ടുണ്ട്. വൃത്തത്തിന് ഇവിടെ ഒരു ത്രികോണം വരച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ ഞാൻ 130 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇതെന്താ? ഇത് 2 ആരാണല്ലേ? ഇത് രണ്ടും എന്താണ്? തൊടുവരയാണ്. അപ്പൊ ഈ കോണും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് വേണം? 180 വേണ്ടേ? അപ്പൊ ഇത് 130 ആവുമ്പോ ഇത് എത്രയായിരിക്കും? 180ന്ന് 130 കുറച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 50 ഡിഗ്രി വരും അല്ലെ? അപ്പൊ ഇത് ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അറിയുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം. ഇവിടെ നോക്കിയേ, ഇത് 130 അല്ലേ? അപ്പൊ ഇത് രണ്ടും ആരാണ് അല്ലെ? ഇത് രണ്ടും ആരാണ്. അപ്പൊ ആരം തുല്യമായതുകൊണ്ട് ഈ ത്രികോണത്തിന് ആരം രണ്ടും തുല്യാണ് അല്ലെ? അപ്പൊ എന്നാ ആരം രണ്ടും ആരാണ്? അതിന്റെ അർത്ഥം എന്താണ്? രണ്ട് വശങ്ങൾ തുല്യാണ്. രണ്ട് വശങ്ങൾ തുല്യാണെങ്കിൽ നമുക്ക് എന്ത് പറയാം ഇതിനെ? സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിൾ. അപ്പൊ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. ഇതിനെതിരെയുള്ള ഈ കോണും ഇതിനെതിരെയുള്ള ഈ കോണും തുല്യമായിരിക്കും. ഓക്കെ ആണല്ലോ. ഇത് ത്രികോണത്തിലെ 3 കോണും കൂട്ടിയാൽ എത്രയായിരുന്നു? 180 അല്ലെ? അപ്പൊ ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണം. അപ്പൊ ഇത് 130 ആകുമ്പോൾ ഇത് രണ്ടും എത്രയായിരിക്കും? 50 വേണ്ടേ അല്ലെ? 50 വേണം. അപ്പൊ ഇതെന്ത് വരും? 180ന്ന് 130 കുറച്ചപ്പോൾ നമുക്ക് 50 കിട്ടി അല്ലെ? 50. അപ്പൊ ഇത് രണ്ടും കൂട്ടി 50. അപ്പൊ പകുതി കൊടുത്തു കഴിഞ്ഞാൽ ഇത് 25 ഡിഗ്രി ആയിരിക്കും. ഇത് 25 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് കോണുകളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഇതെന്തായിരുന്നു? ആരവും തൊടുവരയും ഉണ്ടാക്കുന്ന ഈ കോൺ ഇതെത്രയായിരിക്കും? 90 അല്ലേ? രണ്ടും കൂട്ടിയാൽ 90 വേണ്ടത്. ഇതെത്രയാണ്? 25. ബാക്കി എത്ര വേണം? 90ന്ന് നമ്മൾ 25നെ ഒന്ന് കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 65 ഡിഗ്രി കിട്ടും അല്ലെ? അപ്പൊ ഇത് എത്രയായിരിക്കും? 65 ഡിഗ്രി. അപ്പൊ ഇതും എത്രയായിരിക്കും? 65 ഡിഗ്രി. ഓക്കെ, ഇവിടെ ഒരു കാര്യം മനസ്സിലായി. ഇത് 130 ആണ്. നമുക്ക് എന്ത് കിട്ടി? ഇവിടെ 65 കിട്ടി അല്ലെ? അപ്പൊ ഞാൻ ആ കോണ് മാത്രം അടയാളപ്പെടുത്താണ്. ഇത് 130 ആകുമ്പോ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 65 കിട്ടി അല്ലെ? അതായത് നമ്മളൊരു ഞാണ് വരച്ചിട്ടുണ്ട്. ഇതല്ലേ നമ്മളെ ഞാണെന്ന് ഞാൻ വൃത്തകേന്ദ്രത്തിലേക്ക് വരച്ചപ്പോൾ എനിക്ക് 130 കിട്ടി അല്ലെ? ഇനി അതേ ഞാണ് എന്ത് കിട്ടി? ആ ഞാണിന്റെ അടുത്ത് ഞാൻ തൊടുവര വരച്ചപ്പോൾ ആ ഞാണും തൊടുവരയും തമ്മിലുള്ള കോണ് 65 കിട്ടി അല്ലെ? അതായത് 130ന്റെ പകുതിയാണ് 65. ഓക്കെ ആണല്ലോ. അതായത് നമ്മളൊരു പോയിന്റ് ഒരു ബിന്ദുവിന് കേന്ദ്രത്തിലേക്ക് വരയ്ക്കുന്ന നമ്മളെ കേന്ദ്രകോൺ അല്ലെ, ഞാണിൽ നിന്ന് വരയ്ക്കുന്ന കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും ഞാണും നമ്മളെ തൊടുവരയും തമ്മിലുള്ള കോൺ. ഇതൊക്കെയാണല്ലോ. ഇത് മനസ്സിലാക്കി വെക്കണേ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനും വരാറുണ്ട്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതേപോലെ തന്നെ ഇത് കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇത് വരുന്നത്. ഇത് 130 ആവുമ്പോൾ നമുക്കറിയാം വൃത്തം സർക്കിൾ എന്ന് പറഞ്ഞ പാഠത്തിൽ നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട് അല്ലെ? ഞാണെന്ന് കേന്ദ്രത്തിലേക്ക് വരയ്ക്കുന്ന 130 ആണ്. അപ്പൊ ഇവിടെ ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്ന വൃത്തത്തിലേക്ക് വരയ്ക്കുന്ന എന്തായിരിക്കും? ഇതിന്റെ പകുതിയായിരിക്കും അല്ലെ? പകുതിയായിരിക്കും. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഇത് എത്രയായിരുന്നു? ഇത് വെച്ചിട്ട് 65ഉം ഇത് 65ഉം പകുതിയായിരിക്കും അല്ലെ? അപ്പൊ ഇവിടെ നോക്കിയേ, ഇത് 65 ആണ്, ഇതും 65 ആണ് അല്ലെ? അപ്പൊ നമ്മൾ വൃത്തത്തിലേക്ക് വരയ്ക്കുന്നത് 65 ആണെങ്കിൽ ഈ ഞാണും തൊടുവരയും ഉണ്ടാക്കുന്ന കോൺ എന്തായിരിക്കും? 65 ആയിരിക്കും അല്ലെ? ഇത് ഏകദേശം ഇതുപോലെ തന്നെ ഉള്ളതാണ്. കേന്ദ്രത്തിലേക്ക് വരയ്ക്കുന്നതിന്റെ പകുതി ആയിരിക്കും ഞാണും തൊടുവരയും തമ്മിലുള്ള കോൺ ഉണ്ടാവുക. ഇവിടെ എന്താണ്? ഞാണെന്ന് വൃത്തത്തിലേക്ക് വരയ്ക്കുന്നതിന്റെ അതേ അളവായിരിക്കും ഞാണും തൊടുവരയും തമ്മിലുള്ള കോണും ഉണ്ടാവുന്നത്. ഇതൊക്കെയാണല്ലോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചിത്രത്തിൽ ABBC എന്നീ വരകൾ വൃത്തത്തെ ZXY എന്നീ ബിന്ദുക്കളിൽ തൊടുന്നു. എന്താണ്? ABBC AC എന്ന് പറഞ്ഞ വരകള് വൃത്തത്തെ എവിടെയൊക്കെ തൊടുന്നുണ്ട്? ZXY പറഞ്ഞ വരകളിൽ തൊടുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ വൃത്തത്തിന്റെ തൊടുവരയാണ് നമ്മൾ ഈ വരച്ചിരിക്കുന്നത്. ഇനി എന്താ പറയുന്നത്? കോൺ XZY 50 ഡിഗ്രി. എവിടെ? XZY 50 ഡിഗ്രി ആണ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ്? ZXY 60 ഡിഗ്രി. ചിത്രത്തിലെ കാര്യങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞതാണ് അല്ലെ? എന്നാ പറഞ്ഞത്? കോൺ A, കോൺ B, കോൺ C ഇവ കാണാനാ പറഞ്ഞത് അല്ലെ? ഫൈൻഡ് ദ മെഷേഴ്സ് ഓഫ് കോൺ A, കോൺ B, കോൺ C. അപ്പൊ കോൺ Aയും കോൺ Bയും കോൺ Cയും കാണും പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം
ഇത് 50 ഡിഗ്രി ആവുമ്പോ ആരോ 50 ഡിഗ്രി ആവും. ഏതായിരുന്നു? ഇതിന്റെ നേരെ ഈ ഞാണും ആരോവും തമ്മിൽ ഉണ്ടാക്കുന്ന ഈ കോണല്ലേ. പിന്നെ നേരെ ഇവിടെ നോക്കിയാൽ മതി. ഇത് എത്രയായിരിക്കും? 50 ഡിഗ്രി. ഇതും എന്തായിരിക്കും? 50 ഡിഗ്രി അല്ലേ? ഇത് നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലം പോലെ തന്നെയാണ്. നോക്കിയേ, ഇവിടെ എന്തായിരുന്നു? ഇത് 65 ആവുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് ഇത് രണ്ടും 65 വന്നു അല്ലേ? അതേപോലെ തന്നെ ഇവിടെ 50 വന്നപ്പോൾ ഇവിടെ എന്ത് വന്നു? 50 വന്നു. ഓക്കെ ആണല്ലോ. അതേപോലെ ഇവിടെ 60 വരുമ്പോൾ ഇവിടെ എന്ത് വരും? 60 വരില്ലേ അല്ലേ? അതേപോലെ തന്നെ അടുത്തത് എന്താണ്? ഇവിടെ നോക്കാലോ, 50ഉം 60ഉം ഈ മൂന്നും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? 150 കിട്ടണം. 50ഉം 60ഉം കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടി? 110 കിട്ടി അല്ലേ? 110 കിട്ടും. അപ്പൊ 150 110 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര വരണം? 70. അപ്പൊ ഇത് രണ്ടും എത്രയായിരിക്കും? 70ഉം ഇത് 70ഉം ആയിരിക്കും. ഇനി ഇത് 50ഉം 50ഉം 100ആയി. മൂന്നും കൂട്ടിയാൽ എത്ര വേണം? 150 വേണം അല്ലേ? 50 50 100. ബാക്കി എത്രയാ? 100ന്റെ ഒപ്പം 80 കൂട്ടിക്കഴിഞ്ഞാൽ 150. 60ഉം 60ഉം 120ഉം 60ഉം 180. ഇനി 70 70ഉം 140 ആയല്ലേ? ഇനി എത്ര ഉണ്ടാവും? 40. ഇനി നമുക്ക് ചോദ്യം നോക്കാലോ. കോൺ എ സമം, കോൺ എ എത്രയാണ്? 60 ഡിഗ്രി. കോൺ ബി എത്രയാണ്? കോൺ ബി 40 ഡിഗ്രി. കോൺ സി എത്രയാണ്? 80 ഡിഗ്രി. ഇത് ഒരു പ്രാവശ്യം വന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇത് വന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഓക്കെ, അടുത്തത് നോക്കാലോ. ഇൻ ദ ഫിഗർ ദ സർക്കിൾ ടച്ചസ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ എ ബി സി അറ്റ് പി ക്യു ആൻഡ് ആർ. എന്നാ പറഞ്ഞത്? ഒരു സർക്കിള് തന്നിട്ടുണ്ട്. സർക്കിള് എന്ത് ചെയ്യുന്നു? ഒരു ട്രയാങ്കിൾ എ ബി സി ഉണ്ട്. ട്രയാങ്കിൾ എ ബി സി ഉണ്ട്. ഇതിനെ എന്താണ്, എവിടെയൊക്കെ ടച്ച് ചെയ്യുന്നു? പി ക്യു ആറിൽ ടച്ച് ചെയ്യുന്നു. അതായത് നമ്മൾ തൊടുവര, ടാൻജന്റ് ഉദ്ദേശിക്കുന്നത് അല്ലെ? വൃത്തം, വൃത്തമുണ്ട്, വൃത്തത്തിന്റെ തൊടുവരയാണ് ഇത് അല്ലെ? ഓക്കെ, ഇനി എന്താ തന്നിരിക്കുന്നത്? കോണ് എയും ബിയും തന്നിട്ടുണ്ട് അല്ലെ? എയും തന്നിട്ടുണ്ട്, ബിയും തന്നിട്ടുണ്ട്. അപ്പോൾ താഴെ കുറച്ച് സബ് ക്വസ്റ്റ്യനും കൊടുത്തിട്ടുണ്ട് അല്ലെ? ഇത് നേരത്തെ തന്ന പോലെ തന്നെയാണ്. പക്ഷേ അതിൽ തന്ന കോണ് കുറച്ച് മാറ്റം അല്ലെ? നേരത്തെ ഇവിടെ 2 കോണ് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ പുറത്തുള്ള 2 കോണാണ് തന്നിട്ടുള്ളത്. അതേ വ്യത്യാസമുള്ളൂ അല്ലെ? അപ്പോൾ നമുക്ക് ആദ്യം ഈ കോണെല്ലാം കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം. നമ്മളോട് എന്താ പറഞ്ഞത്? ഇത് കോൺ 70 ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് അറിയാം ഇത് 3ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 3ഉം കൂട്ടിക്കഴിഞ്ഞാൽ 180 ആണ് അല്ലെ? ഇത് രണ്ടും തുല്യമായിരിക്കും അല്ലെ? അപ്പൊ ഇത് 70 ആണ്. ഇത് 70 ആവുന്ന സമയത്ത് എന്താണ്? ബാക്കി എത്രയാ വേണ്ടത്? 180 70 കുറച്ച് നമുക്ക് എന്ത് കിട്ടും? 110. അപ്പൊ 110 നമ്മൾ പകുതിയാക്കി. 110നെ 2 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 55 55 കിട്ടും. 55 55. അപ്പൊ ഇത് രണ്ടും 55 ആവുമ്പോൾ ആരായിരുന്നു 55 ആവാ? ഇയാള് അല്ലെ? ഇയാൾ 55 ആവുമ്പോൾ ഇയാൾ 55 ആവാം. അപ്പൊ നമുക്ക് നേരെ തല തിരിച്ചിട്ടും പോകുന്നോണ്ട് കുഴപ്പമില്ല. ഇനി ഇത് 60 ആവുമ്പോ എല്ലാം 60 തന്നെ. 60 ആവുമ്പോൾ പിന്നെ ഒന്നും ആലോചിക്കാനൊന്നുമില്ല. 60 തന്നെ. ഇത് 60 ആവുമ്പോൾ ഇത് 60 ആവും. ഓക്കെ ആണല്ലോ. ഇനി ഇത് 60ഉം ഇത് 55 ആയി. 60ഉം 55ഉം കൂടി ആയിക്കഴിഞ്ഞാൽ എത്രയായി? 115. ഇനി ബാക്കി ഈ കോണ നമ്മൾ കണ്ടുപിടിക്കാനുള്ളല്ലേ? ഈ കോൺ എത്രയായിരിക്കും? 180ന്ന് 115 കുറക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 75 കിട്ടും. ഇത് 75 ആവുമ്പോൾ ഇതും 75 ആയിരിക്കും, ഇതും 75 ആയിരിക്കും. 75ഉം 75ഉം എത്ര കിട്ടി? 150 കിട്ടി. ബാക്കി എത്രയായിരിക്കും? ഇത് എത്രയായിരിക്കും? ഇത് 30 ഡിഗ്രി കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ചോദ്യം നോക്കാലോ. കോൺ ബി പി ക്യൂവിന്റെ അളവ് എത്ര? ബി പി ക്യൂവിന്റെ അളവ് എത്ര? ബി പി ക്യൂ എത്രയാണ്? 60 ഡിഗ്രി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കോൺ പി ആർ ക്യൂ എത്രയാണ്? പി ആർ ക്യൂ 60 ഡിഗ്രി. ഇനി അടുത്ത കോൺ ഏതാണ്? പി ക്യു ആർ എന്ന ത്രികോണത്തിന്റെ മറ്റു കോണുകളുടെ അളവ് എഴുതുക. ഫൈൻഡ് ദ മെഷേഴ്സ് ഓഫ് അതർ 2 ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ. ട്രയാങ്കിൾ പി ക്യു ആർ നോക്കാലോ. പി ക്യു ആർ ഈ കുഞ്ഞു ട്രയാങ്കിളിന്റെ അളവുകളാണ് എഴുതാൻ പറഞ്ഞത്. ഇത് നമ്മളിപ്പോൾ എഴുതിയിട്ടുണ്ട് അല്ലെ? പി ആർ ക്യൂ നമ്മൾ എഴുതിയിട്ടുണ്ട്. ബാക്കി ഇത് രണ്ടും എഴുതാനാണ് പറഞ്ഞത് അല്ലെ? ഇതിന്റെ പേരെന്താണ്? ആർ പി ക്യു അല്ലെ? കോൺ ആർ പി ക്യു എത്രയാണ്? 75 ഡിഗ്രി. ഇനി അടുത്ത കോൺ ഏതാ? ഇത് അല്ലെ? ആർ ക്യു പി എത്രയാണ്? 55 ഡിഗ്രി ആണ്. ഇതൊക്കെ ആണല്ലോ. അടുത്ത നോക്കാം. ഫ്രം എ പോയിന്റ് ഔട്ട്സൈഡ് എ സർക്കിൾ 2 ടാൻജൻസ് ക്യാൻ ബി ഡ്രോൺ അല്ലെ? അതായത് നമ്മുടെ വൃത്തത്തിന് പുറത്ത്, ഇതൊരു വൃത്തം അല്ലെ? വൃത്തത്തിന് പുറത്ത് ഇവിടെ ഒരു കേന്ദ്രം ഉണ്ട്. വൃത്തത്തിന് പുറത്ത് ഞാനൊരു പോയിന്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, പി എന്ന് പറഞ്ഞ പോയിന്റ്. അവിടെ നമുക്ക് എത്ര തൊടുവര വരക്കാനാവും?
ഇവിടെ 2 തൊടുവര വരക്കാനാവും അല്ലേ. അപ്പൊ വൃത്തത്തിന്റെ പുറത്ത് ഒരു പോയിന്റ് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെ നമുക്ക് എത്ര തൊടുവര വരക്കാൻ പറ്റും? 2 എണ്ണം വരക്കാൻ പറ്റും. അതൊരു പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ്. വൃത്തത്തിന്റെ പുറത്ത് ഒരു ബിന്ദു അടയാളപ്പെടുത്തി ആ ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്ക് എത്ര തൊടുവര വരക്കാൻ പറ്റും എന്ന് ചോദിച്ചിട്ടുണ്ട്. 2 എണ്ണം അല്ലേ. ഇനി ഒരു കാര്യം കൂടി പഠിക്കാനുള്ളത്, ഒരു ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്ക് വരക്കുന്ന തൊടുവരകൾക്ക് ഒരേ നീളമായിരിക്കും. അതായത് ഈ 2 തൊടുവരേന്റെ നീളം എന്തായിരിക്കും? തുല്യമായിരിക്കും. PA = PB ആയിരിക്കും. അത് നമ്മളോട് PA 5 സെന്റിമീറ്റർ തന്നിട്ടുണ്ടെന്ന് വെച്ചോ. അപ്പൊ PB എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 5 സെന്റിമീറ്റർ തന്നെയായിരിക്കും. ഒരേ അളവായിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാം. ഇത് കുറച്ച് വളഞ്ഞിട്ട്, അധികം വളഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും നമുക്ക് നോക്കാം എങ്ങനെയാ ക്വസ്റ്റ്യൻ വരുന്നത്. In the figure, the circle touches the sides of the quadrilateral PQRS at ABC. അതായത് നമ്മളൊരു വൃത്തം തന്നിട്ടുണ്ട് അല്ലെ, സർക്കിൾ തന്നിട്ടുണ്ട്. ഈ സർക്കിൾ എന്താണ്? ഈ ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ ചതുർഭുജം അല്ലെ, 4 വശങ്ങളുള്ള ഇതിനെ ടച്ച് ചെയ്തിട്ടാ പോകുന്നത്. അതായത് നമ്മൾ ഈ വൃത്തത്തിന്റെ തൊടുവരയാണ് ഈ കൊടുത്തിരിക്കുന്നതെല്ലാം എന്നാണ് പറഞ്ഞത്. ഇനി നമ്മളോട് PA 5 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. നമുക്ക് ഇത് അടയാളപ്പെടുത്താലോ. ഇത് 5 സെന്റിമീറ്റർ ആണ്. QB എന്ന് പറഞ്ഞാൽ 4 സെന്റിമീറ്റർ. QB എന്ന് പറഞ്ഞാൽ 4 സെന്റിമീറ്റർ ആണ്. RC എന്ന് പറഞ്ഞാൽ 3 സെന്റിമീറ്റർ ആണ്. ഇത് 3 സെന്റിമീറ്റർ ആണ്. പിന്നെന്താണ് പറഞ്ഞിട്ടുള്ളത്? SD എന്ന് പറഞ്ഞാൽ 2 സെന്റിമീറ്റർ ആണ്. SD 2 സെന്റിമീറ്റർ ആണ്. ഇനി നമ്മളോട് എന്താ പറയുന്നത്? ഇതൊക്കെയോ കണ്ടുപിടിക്കാനുണ്ടല്ലേ. എന്താണ്? PD-യുടെ നീളം കണ്ടുപിടിക്കണം. PD-ന്റെ നീളം കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും നോക്കിയേ. ഇത് ഒരു വൃത്താണല്ലേ. വൃത്തത്തിന്റെ ദൂരെ ഒരു പോയിന്റ് ഇട്ടിട്ടുണ്ട്. ആ പോയിന്റിന് PA-യിലേക്കും PD-യിലേക്കും എന്ത് വരച്ചിട്ടുണ്ട്? തൊടുവര വരച്ചിട്ടുണ്ട്. എത്ര തൊടുവര വരക്കാൻ പോയിന്റ്? 2 എണ്ണം അല്ലെ. ആ 2 തൊടുവരകളും നീളം എന്തായിരിക്കും? തൊടുവരേന്റെ നീളം എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ PA 5 ആവുമ്പോ PD എത്രയായിരിക്കും? PD-യും 5 സെന്റിമീറ്റർ ആണ് അല്ലേ. ഇനി അടുത്ത ചോദ്യം എന്നാ, ചതുർഭുജം PQRS-ന്റെ ചുറ്റളവ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം ഇത് 5 ആവുമ്പോ ഇത് എത്രയാ? 5 സെന്റിമീറ്റർ. ഇത് 4 സെന്റിമീറ്റർ ആവുമ്പോ ഇതല്ലേ 4 സെന്റിമീറ്റർ ആവാ അല്ലെ. ഇത് 3 ആവുമ്പോ ഇത് 3 സെന്റിമീറ്റർ ആവൂലേ അല്ലെ. അതുപോലെ ഇത് 2 സെന്റിമീറ്റർ ആവുമ്പോ ഇതെന്താവും? 2 സെന്റിമീറ്റർ ആവൂലേ. അപ്പൊ നമ്മള് എന്ത് ചെയ്യണം? PQRS-ന്റെ ചുറ്റളവ് അല്ലെ, ചുറ്റളവ് അല്ലെങ്കിൽ എന്താണ്? പെരിമീറ്റർ. എങ്ങനെ കണ്ടുപിടിക്കാം? ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എല്ലാം കൂടി കൂട്ടിയാ പോരെ. നമുക്ക് ഇതെല്ലാം കൂട്ടാം. 5ഉം 5ഉം 10. പിന്നെന്താണ് ഈ ഭാഗം? 2ഉം 2ഉം 4. അടുത്തെന്താ? 3ഉം 3ഉം 6. അടുത്തെന്താ? 4ഉം 4ഉം 8. ഓക്കെ ആണല്ലോ. 10 10ഉം 20 28. ഇത് 3ഉം കൂട്ടിയപ്പോൾ 28 സെന്റിമീറ്റർ കിട്ടി. ഇത് ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം ചെയ്തു നോക്കുക. പിന്നെ നമ്മളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതൊക്കെ ചെയ്തു നോക്കുക. അപ്പൊ ടാൻജൻസ് ഉള്ള പാഠം നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. വലിയ പ്രശ്നമൊന്നുമില്ലാതെ സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ് ടാൻജൻസ് എന്നുള്ളത്. പിന്നെ ഈ പാഠത്തിൽ വരുന്നത് കൺസ്ട്രക്ഷൻ ആണ്, നിർമ്മിതികൾ വരക്കാനുള്ള ചോദ്യങ്ങളാണ് വരിക. അത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, താങ്ക് യു.